ഹലോ ഗായ്സ്, വെൽക്കം ടു ഗൗതണ്ടേക്ക്. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നായിട്ട് എനിക്ക് നിങ്ങളോടൊരു സോറി വരാനുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഒരാഴ്ച എൻ്റെ വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വീഡിയോ എടുത്തിരുന്നതാണ്, പക്ഷേ ആ സംഭവം മെമ്മറി കാർഡ് കറക്റ്റായി പോയതുകൊണ്ട് എനിക്ക് ആ വീഡിയോ റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും അതിനെ കോംപ്രമൈസ് ചെയ്യാനായിട്ട് ഞങ്ങളൊരു സീരീസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PC വാങ്ങാൻ പോകുമ്പോൾ കടക്കാർ നമുക്ക് തരുന്ന സംഭവം എത്രത്തോളം വോർത്തിയാണെന്ന് നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. കാരണം എന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും ഇപ്പോൾ വളരെ റിസർച്ച് ചെയ്തിട്ട് ഒരു PC എന്തൂസിയാസ്റ്റ് ആയിട്ടൊന്നും പോകുന്ന ആൾക്കാരല്ല. അത് നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു കടയിൽ പോയിട്ട് ഞാനവർ പറയുന്നത് നിങ്ങളവർ വഞ്ചിക്കുന്നൊന്നുമല്ല, പക്ഷെ നമുക്കൊരു ബേസിക് നോളജ് എപ്പോഴും ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന സീരീസിൽ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പ്രൈസ് റേഞ്ചിലും നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് PC സ്പെക്സ് ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിനോട് നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടക്കാരൻ തരുന്ന സംഭവം കറക്റ്റ് വാല്യൂ ഫോർ മണി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേ കോൺഫിഗറേഷനിൽ ഈ PC ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൈസ് റേഞ്ചിൽ തന്നെ ഏറ്റവും മോസ്റ്റ് ബാങ്ക് ഫോർ ദ ബക്ക് PC ആയിരിക്കും അത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. മിക്ക യൂട്യൂബേഴ്സിൻ്റെയും വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അവരൊക്കെ ടവർ മാത്രമാണ് നമുക്ക് PC ബിൽഡ് ചെയ്യുമ്പോൾ ഒരു പ്രൈസ് റേഞ്ചിൽ ഉണ്ടാക്കി തരാം. പക്ഷേ നമ്മൾ ഇന്നത്തെ സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു പുതിയതായിട്ട് ആദ്യമായിട്ട് ഒരു കമ്പ്യൂട്ടർ വാങ്ങാനായിരിക്കും, അത് ഡെസ്ക്ടോപ്പ് വാങ്ങാനിരിക്കുന്ന ആൾക്ക് ഒരു മോണിറ്റർ, കീബോർഡ്, ടവർ എല്ലാ സംഭവവും കംപ്ലീറ്റ് ആയിട്ടുള്ള സെറ്റപ്പാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25,000 ആണ്. 25,000 ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് PC വേൾഡിൽ ന്യൂ കമ്പോണൻസ് വെച്ചിട്ട് ഒരു റീസണബിൾ സ്പെക്സിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് ആണ്. നിങ്ങളിപ്പോൾ യൂട്യൂബിൽ ഒരു 30,000-40,000 രൂപയുടെയൊക്കെ PC അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ മിക്ക യൂട്യൂബേഴ്സ് ബിൽഡ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ 40,000 രൂപയ്ക്ക് ഒരു ടവർ മാത്രമേ, ടവർ എന്ന് ഉദ്ദേശിക്കുന്നത് കറക്റ്റ് PC കമ്പോണൻസ് മാത്രമായിരിക്കും. പക്ഷേ ഞങ്ങൾ എന്തുകൊണ്ടായിരിക്കുന്ന സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 25,000 രൂപ എന്നുള്ള ബഡ്ജറ്റിൽ നിങ്ങൾക്കൊരു മോണിറ്റർ, കീബോർഡ് പ്ലസ് ടവർ ഈ സെറ്റപ്പിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 25,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഈ സ്പെക്സിൽ ഈ കംപ്ലീറ്റ് ഐറ്റംസ് വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓഫറിംഗ് ആയിട്ട് ഞങ്ങൾ എല്ലാ പ്രോഡക്ട്സും ചൂസ് ചെയ്തിരിക്കുന്നത് ആമസോണിൽ നിന്നാണ്. എനിക്കറിയാം ഇപ്പോൾ കുറേ ആൾക്കാരും കമൻറ്റിൽ പറയുമായിരിക്കും ഇപ്പോൾ MD കമ്പ്യൂട്ടേഴ്സോ അല്ലെങ്കിൽ PC സൊല്യൂഷൻസിൽ നിന്നൊക്കെ ഉള്ള സൈറ്റിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഓഫറിന് കിട്ടുന്നു. പക്ഷേ ഞാൻ MD കമ്പ്യൂട്ടേഴ്സ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കൊറോണയുടെ കാലഘട്ടം ആയതുകൊണ്ട് അവർ ഡെലിവറി ഒന്നും തരുന്നുണ്ടായിരുന്നില്ല. പിന്നെ MD കമ്പ്യൂട്ടേഴ്സിൽ നിങ്ങൾക്ക് വാങ്ങുകയാണെങ്കിൽ വാങ്ങാൻ പറ്റും, പക്ഷേ അവർക്ക് കുറച്ച് പ്രശ്നമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഡാമേജസിനൊന്നും അവർ റിപ്ലേസ്മെൻറ്റ് തരില്ല. ഡിഫാൾട്ടാണ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർ റിപ്ലേസ് ചെയ്ത് തരും. അപ്പോൾ അങ്ങനത്തെ ഉള്ള സംഭവമൊക്കെ മാറ്റാനായിട്ടാണ് ഞങ്ങൾ ആമസോണിൽ നല്ല സാധനം പിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആമസോണിനാവുമ്പോൾ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് റിപ്ലേസ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കമ്പോണൻ്റ് ആയിട്ട് നമ്മൾ PC ബിൽഡിലേക്ക് കടക്കാം. നമ്മുടെ PC ബിൽഡിൻ്റെ ഫസ്റ്റ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസസ്സറാണ്. ഇവിടെ നമ്മൾ പ്രോസസ്സർ യൂസ് ചെയ്തിരിക്കുന്നത് AMDയുടെ ഭാഗത്തു നിന്നാണ്. AMDയുടെ Atheron 3000G ആണ് നമ്മുടെ പ്രോസസ്സർ. എല്ലാവർക്കും അറിയാം ഒരു ക്വാഡ് കോർ പ്രോസസ്സറാണത്. ഒരു APU കൂടിയാണ്. APU എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് GPUവും പ്രോസസ്സറും ഒരേ സമയം ഒരു ചിപ്പിൽ തന്നെ എംബഡഡ് ആയിട്ട് കിട്ടും. ഇതിൻ്റെ GPU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് AAA ടൈറ്റിൽസൊക്കെ ഭയങ്കര ഹൈ ഫ്രെയിംസിൽ കളിക്കാൻ പറ്റുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. കാരണം നമ്മുടെ സ്പെക്സ് അത്രയും കുറവാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരു ഹോം യൂസിന് ഇത് വളരെ നല്ല എഫിഷ്യൻ്റ് ആയിരിക്കും എന്ന് പറയാം. നമുക്കിതിൻ്റെ പെർഫോമൻസ് നമുക്കിതിൻ്റെ ക്ലോക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 3.39 GHz സ്പീഡ് കിട്ടുന്നുണ്ട് ഔട്ട് ഓഫ് ദ ബോക്സ്. ഭയങ്കര സൂപ്പർ സ്പീഡൊന്നുമല്ല, എന്നാലും നമുക്കൊരു സാധാരണ ഇൻ്റലിൻ്റെ ഇതിൻ്റെ വേരിയൻ്റ് ആയിട്ട് വരുന്നത് പെൻറ്റിയം ഗോൾഡൊക്കെയാണ്. പെൻറ്റിയം ഗോൾഡിനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംഭവം വളരെ ഫാസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നതുകൊണ്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തായാലും രണ്ടാമത്തെ കമ്പോണൻറ്റിൽ പോവാം. രണ്ടാമത്തെ കമ്പോണൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജിഗാബൈറ്റിൻ്റെ മദർ ബോർഡാണ്. ഇത് ഒരു A320 ബോർഡാണ്. A320 ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയാൻ പറ്റും, അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. AMDയുടെ തന്നെ AM4 പ്ലാറ്റ്ഫോമിലെ ഏറ്റവും ബോട്ടം ഓഫ് ദ ബാരൽ മദർ ബോർഡാണെന്ന് പറയാം. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അത് നിങ്ങൾക്ക് ഓവർക്ലോക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും, പക്ഷേ ആർക്കും ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല ഓവർക്ലോക്കിനൊന്നും വേണ്ടിയിട്ട്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ VRM എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഉപയോഗിച്ചിരിക്കുന്ന
ഇലക്ട്രോണിക് കമ്പോണൻസ് ആയിട്ടുള്ള കപ്പാസിറ്ററും റെസിസ്റ്ററും ട്രാൻസിസ്റ്ററും ഒക്കെ ഭയങ്കര ഹൈ കറൻറ്റ് വേരി ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതല്ല. അതുപോലെ തന്നെ അതിൻ്റെ ഹീറ്റ് ഡിസിപ്പേഷനും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഓവർക്ലോക്ക് ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഈ സംഭവം പറ്റില്ല. പക്ഷെ നമ്മളിപ്പോൾ ബഡ്ജറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മദർ ബോർഡ് മാത്രമേ നമ്മുടെ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ കിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. ഇതിൻ്റെ ഗുണം പറയുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിന് 2 ഡിം സ്ലോട്ട് ഉണ്ട്. നിങ്ങൾക്ക് 64 GB വരെ ഇതിനകത്ത് റാം അപ്ലോഡ് ചെയ്യാം. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് M.2 സ്ലോട്ടും ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമുക്കിവിടെ റാം നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ റാം വരുന്നത് അഡാപ്റ്ററുടെ ഭാഗത്തു നിന്നാണ്. അഡാപ്റ്ററുടെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 8 GB ഓഫ് റാമാണ്, ഡ്യുവൽ ചാനലാണ്, അതും 24 MHz. എനിക്കറിയാം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തുകൊണ്ട് ഇപ്പോൾ 30,000 3200 MHz പോയില്ല എന്ന്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ CPU മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 26 MHz ആണ്. അപ്പോൾ 26 MHz ഞാൻ പ്രൈസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3000 കൂടുതൽ പ്രൈസ് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊട്ടും ഈ അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഈ ബിൽഡിൽ. അതുകൊണ്ടാണ് ഞാൻ അഡാപ്റ്ററുടെ ഭാഗത്ത് നിന്ന് 24 MHz വരുന്നത്. നിങ്ങൾക്കപ്പോൾ അതിൻ്റെ ഇപ്പോൾ കോഴ്സയുടെ ഭാഗത്ത് നിന്ന് 26 MHz മെമ്മറിക്ക് കുറച്ച് ഓഫർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തോന്നാലും അത് മാത്രം എടുക്കുക. ഇതിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഓഫറൊന്നും തരുന്നില്ല, എനിക്ക് കിട്ടിയതുപോലെ കുറച്ച് ഹയർ പ്രൈസാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ 24 MHz പോകും. കാരണം ചെറിയ പെർഫോമൻസിൽ കുറച്ചൊരു ഡിഫറൻസ് വരുന്നല്ലാണ്ട് വലിയ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇതിൻ്റെ അന്ന് ഉണ്ടാകാൻ പോകുന്നില്ല. ഇതിൻ്റെ പ്രൈസ് നമുക്കിവിടെ എവിടെയെങ്കിലുമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്ന എപ്പോഴും നല്ലതാണ്. പിന്നെ നമുക്കിതിൻ്റെ PSU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 450 വാട്ട് സ്കോർസറിൻ്റെ CV സീരീസാണ്. ഇത് 80+ ബ്രോൺസ് കൂടിയാണ്. 80+ ബ്രോൺസ് എന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് തോന്നുന്നുണ്ടാകും എന്തിനാണ് ഞാൻ ഈ എഫിഷ്യൻസി റേറ്റിംഗ് പറഞ്ഞത്. കാരണം നമ്മൾ PC ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ വില കുറഞ്ഞ PSU വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ കമ്പോണൻസും ഒരുമിച്ച് ഫ്രൈ ആയി പോകും. അതൊന്നും ഞാൻ ഫുള്ളായിട്ട് അടിച്ചു പോകും. 25,000 രൂപ വെറുതെ അടിച്ചു പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർക്കൊന്നും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സംഭവമായിരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു PSU യൂസ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 80+ റേറ്റിംഗ് ഉണ്ടായിരിക്കും. ഒരു 80+ ബ്രോൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കറണ്ട് കാശിലും കുറച്ച് വില കുറഞ്ഞ് കിട്ടും. കാരണം എന്നിട്ടുണ്ടെങ്കിൽ അത്ര എഫിഷ്യൻ്റാണ് നമ്മളിത്. നിങ്ങൾ PSU എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പോണൻസ് എല്ലാം കൂടി കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എത്ര വാട്ട് വരുന്നുണ്ടോ ആ വാട്ടിൻ്റെ ഡബിൾ റേറ്റിങ്ങിലുള്ള PSU ആയിരിക്കും നിങ്ങളെപ്പോഴും PC ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മുടെ ഈ സ്പെക്സിൽ ഞാൻ പറഞ്ഞ സംഭവത്തിൽ നമ്മൾ GPU ഉപയോഗിക്കുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് ടോട്ടൽ വോൾട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 178 വാട്ടാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 450 വാട്ടിൻ്റെ PSU ആണ്. ഇങ്ങനെ ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങാനും നമ്മൾ ഈ PC കമ്പോണൻസ് ആണ് കുറച്ചെങ്കിലും ചിലതെല്ലാം കറക്റ്റ് എക്സാക്റ്റ് എപ്പോഴും വലിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിൾ ഇരട്ടിയുള്ള PSU ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാവുന്ന ഷോർട്ട് സർക്യൂട്ടൊക്കെ തടയാനും സാധിക്കും. പിന്നെ അതുമാത്രമല്ല ഇതിൻ്റെ ഫാൻ നോയ്സ് ഒന്നും ഉണ്ടാവുകയില്ല. കാരണം എപ്പോഴും വാട്ട് കുറച്ചെടുക്കുമ്പോൾ PSUവിന് അതിൻ്റെ ഫാൻ റൺ ചെയ്യിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്വൈറ്ററായിട്ടുള്ള PC കിട്ടും. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മദർ ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ M.2 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതും SSD ആണ്. SSD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവാണ്. നമുക്ക് ഹാർഡ് ഡിസ്കിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റർ ബൂട്ട് ടൈം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ക്രോം ഓപ്പൺ ചെയ്യാമെങ്കിലും ഏതൊരു ടാസ്ക് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഫാസ്റ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. നിങ്ങളുടെ സാധാരണ 7200 RPM അല്ലെങ്കിൽ 5400 RPM ആയിട്ടുള്ള HDDനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് M.2 അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കേബിളും തന്നെ ഇതിൻ്റെ അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വെറുതെ ഒരു മെമ്മറി കാർഡ് ഇടുന്ന പോലെ തന്നെ ക്ലിക്ക് ചെയ്ത് ടൈറ്റ് ചെയ്ത് വയ്ക്കാവുന്ന സാധനമാണ്. ഇത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ WD ഗ്രീനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കേസ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്ന സാധനമാണ്. ഇത് ഞാൻ പറഞ്ഞ എക്സാക്റ്റ് കേസൊന്നും നിങ്ങൾ വാങ്ങുന്നില്ല. നിങ്ങൾക്ക് പക്ഷേ കുറഞ്ഞ കേസ് വേണമെങ്കിൽ കുറഞ്ഞ കേസ് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് വേറെ കുറച്ചും കൂടി നല്ല കേസ് വേണമെന്നുണ്ടെങ്കിൽ അത് ചോദിക്കാം. കാരണം കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർഫോമൻസിൽ ഒട്ടും മാറ്റർ ചെയ്യാത്തൊരു സംഭവമാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നവരുണ്ടെങ്കിൽ ആമസോണിൻ്റെ തന്നെ ഏറ്റവും കാണാൻ കിട്ടിയിട്ടില്ല ചീപ്പസ്റ്റ് ആയിട്ടുള്ള കേസാണ്. ഒരു ചിപ്പറ്റോണിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. കേസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു LED ഫാൻ അവർ കിട്ടുന്നുണ്ട്. ദാറ്റ്സ് എ വിൻ.
കാരണം മിക്ക കേസുകളിലും നമുക്ക് ഒരു 2000 റേഞ്ച് വരുന്ന കേസിൽ മിക്കതിലും നമുക്കൊരു എക്സോസ്റ്റ് ഫാൻ കാണാൻ സാധിക്കാറില്ല. പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RGBയും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഗെയിമറി ആസ്തറ്റിക്സ് വേണമെന്നുണ്ടെങ്കിൽ അതും ഈ കേസിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമ്മൾ ഇതിൻ്റെ മോണിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോണിറ്റർ നമ്മൾ എടുത്തിരിക്കുന്നത് ഏസറിൻ്റെ ഓപ്പൺ മോഡലാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 369 ആണ്, 3699 ആണ്. പിന്നെ നമ്മളുടെ കീബോർഡ് മൗസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ലോജിടെക്കിൻ്റെ വയേർഡ് കോംബോ ആണ്. 7999 അതിൻ്റെ പ്രൈസ്. അതുകൊണ്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല, മെമ്മറിയും കീബോർഡും ഒരു സാധാരണ മൗസുമാണ്. നിങ്ങൾക്കും അതും മൗസും കീബോർഡും നിങ്ങൾക്കിപ്പോൾ നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മുടെ ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്കിപ്പോൾ ഹോം യൂസിനും അത്യാവശ്യം ഭയങ്കര ഗെയിമറൊന്നും അല്ല നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് അത്യാവശ്യം നന്നായി ഗെയിമും കളിക്കാൻ പറ്റുന്നതാണ്. പിന്നെ എപ്പോഴും നിങ്ങൾക്ക് അറിയാം, ഒരു ലോജിടെക് ചീപ്പ് കീബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ചീപ്പ് കീബോർഡിനെക്കാട്ടി വളരെ നല്ലതാണ്, കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യുന്നതുമാണ്. അപ്പോൾ നമ്മുടെ ഈ ബിൽഡിൻ്റെ ഞാൻ പറഞ്ഞ എല്ലാ സ്പെസിഫിക്കേഷൻ നിങ്ങൾ അതേ പാർട്സ് തന്നെ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞ വിൻഡോസിൻ്റെ കോസ്റ്റ് നമ്മളിവിടെ കൂട്ടിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വിൻഡോസ് തന്നെ ഒരു കോപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് ആസ്ക് ചെയ്യാം. നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ വിൻഡോസ് 10 ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതിന് ഇൻസ്റ്റലേഷൻ ഗൈഡ്സൊക്കെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇഷ്ടംപോലെ നല്ല നല്ല വീഡിയോ ഉണ്ട്. ഞാനതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമായ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻഡോസ് അൺആക്ടിവേറ്റഡ് ആയിട്ട് വളരെ ഈസി ആയിട്ട് റൺ ആവുന്നതാണ്. നിങ്ങൾക്ക് ആർക്കും ഒരു ചെറിയ വാട്ടർമാർക്ക് കാണുന്നുണ്ടാവുന്നുള്ളൂ, പക്ഷേ അത് നിങ്ങൾ ബോർഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ വാട്ടർമാർക്ക് ആണെന്ന് വെച്ചിട്ട് നിങ്ങൾ ദൈവത്തെ ഓർത്ത് പൈററ്റഡ് കോപ്പി ഓഫ് വിൻഡോസ് 10 ഉപയോഗിക്കരുത്. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ക്രാഷസ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഉപയോഗിച്ചിരുന്നതാണ്, വളരെ നന്നായിട്ട് ക്രാഷ് ചെയ്യാറുണ്ട് ഇടയ്ക്ക് ഇരുന്നിട്ട്. അപ്പോൾ നിങ്ങൾ അൺആക്ടിവേറ്റഡ് ആയിട്ട് റൺ ചെയ്യിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമ്മുടെ ഈ ടോട്ടൽ ബിൽഡിൻ്റെ ഈ സ്പേസ് വരികയാണെങ്കിൽ നമുക്കിപ്പോൾ വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ഓവർ ബഡ്ജറ്റ് ആയി പോയി. നമ്മൾ 25,000 എന്ന് പറഞ്ഞെങ്കിലും 25,610 രൂപയാണ് നമ്മുടെ ഈ ബിൽഡിൻ്റെ ഫുൾ പ്രൈസ് എന്ന് വരുന്നത്. അപ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് PC ആണെന്ന് പറയാം ഇത്. പിന്നെ ഞാൻ പറഞ്ഞു, ഈ സാധാരണ ആൾക്കാരെ പോലെ നമുക്ക് 25,000 രൂപയ്ക്ക് ഒറ്റ PC ഉണ്ടാക്കുന്നതിന് മോണിറ്ററും കീബോർഡും എല്ലാം കൂടി വരുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പ്രൈസ് കുറച്ച് കൺജസ്റ്റഡ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കുറച്ച് സ്പെക്സിൽ ഉണ്ടാക്കേണ്ടി വന്നത്. പക്ഷേ നിങ്ങൾക്കൊരു ഹോം യൂസിന് ഇത് വളരെ നന്നായി സുഖകരമായിരിക്കുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റോറേജ് തന്നെയായിരിക്കും. കാരണം നമുക്കിവിടെ 120 GB സ്റ്റോറേജ് കിട്ടുന്നുള്ളൂ. അത് നിങ്ങൾക്കിപ്പോൾ ഒരു 1000 രൂപ നിങ്ങൾ എക്സ്ട്രാ ഉണ്ടെങ്കിൽ നിങ്ങൾ 500 GB HDD കൺസിഡർ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ബെഞ്ച് മാർക്സ് ആണെങ്കിൽ ഞാൻ ബെഞ്ച് മാർക്സിലേക്ക് നമുക്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. സോ ഗായ്സ്, ഇത്രയാണ് നമ്മുടെ PCയുടെ ബിൽഡിൻ്റെ ഫസ്റ്റ് പാർട്ടിലെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ എന്ത് വന്നാലും നിങ്ങളുടെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ എല്ലാ കമൻറ്റും വായിക്കുന്ന ഒരാളാണ്. പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും. ഫോർ മോർ ടെക് കീപ് വാച്ചിങ് യുവർ ടെക്.